പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പദവികളും ചേട്ടൻ കൈകാര്യം ചെയ്തതാണ്. അപ്പോൾ ഇത്രയും വേഷങ്ങൾ മാറി അഭിനയിച്ചപ്പോഴും എന്താണ് ഇന്നത്തെ യഥാർത്ഥ പൊളിറ്റിക്സിനെ ചേട്ടൻ എങ്ങനെ വിലയിരുത്തുന്നു? യഥാർത്ഥ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനും വിജയത്തിനും ജയത്തിനും വേണ്ടി ജനങ്ങളെ പാകപ്പെടുത്തിയെടുത്ത് അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് സുഖമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്ന ഭരണതന്ത്രത്തെയാണല്ലോ ഈ രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കേണ്ടത്. പക്ഷെ ഇന്നിവിടെ എന്താ നടക്കുന്നത്? നമ്മുടെ മൊത്തത്തിലുള്ള കാര്യം, ഞാൻ ആദ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. എന്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷം എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനെ അനുകൂലിക്കാത്ത ഭരണപക്ഷം. ഇതാണോ രാഷ്ട്രീയം? ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം അഴിമതി വെറുതെ ഒന്നുമില്ല. അണ്ണാ ഹസാരെയൊന്നും ഒരു പരിധിവരെയൊക്കെ നമുക്ക് അംഗീകരിക്കാനേ പറ്റത്തുള്ളൂ. കാര്യം ഇപ്പം ഭാരത സർക്കാരിൻ്റെ അവിടെ എന്താ നടക്കുന്നത്? അഴിമതി കോടികളുടെ ഈ 300, 400, 3000 കോടി എന്നൊക്കെ പറയാം. എന്തോ ജീവിതം 10 തലമുറ അവൻ്റെ കുടുംബക്കാർ മൊത്തം പോലും തിന്നാത്ത രീതിയിലുള്ള അഴിമതികൾ നടത്തുക. പാവപ്പെട്ട നമ്മളിവിടെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമോ, ഈ ദുബായിൽ വർക്കിംഗ് ക്ലാസിൻ്റെ അടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത്, കലാഭവൻ പാട്ടല്ല ഞാൻ പറഞ്ഞത്, പകല് മുഴുവൻ ഈ വെയിലത്ത്, ചുടുവെയിലത്ത്, എരിപൊരിയുന്ന വെയിലത്ത് കിടന്ന് പണിയെടുത്തിട്ട് അവർക്ക് രാത്രി കിടക്കാൻ ഒരു AC പോലും ഇല്ലാത്ത വേദന അനുഭവിക്കുന്നവരില്ല ഇവിടെ. തീർച്ചയായിട്ടും അവരുടെ കണ്ണീര് ആര് കാണുന്നു? ഏതെങ്കിലും നമ്മുടെ ഭരണകർത്താക്കൾ ഈ പാവപ്പെട്ട ഇപ്പോഴും ലേബർ ക്ലാസ് അല്ലേ? ഞാൻ ചോദിക്കുക, ഇപ്പോഴും അവർ നിങ്ങളൊക്കെ എന്താ, നിങ്ങളുടെ ആ നാട്ടിൽ നിന്ന് ഇവിടെ വന്നത് എന്താ? ജീവിക്കാൻ മറ്റു മാർഗമില്ലായിട്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ മാറി. ഇപ്പം നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ ആളില്ല, പലതിനും തെങ്ങേക്കയറാൻ ആളില്ല. 50 രൂപയാണ് ഒരു തെങ്ങ കയറുന്നതിന്. പിന്നെ ഒരുപാട് ഡിമാൻഡൊക്കെ ഉണ്ട്. അല്ല, പറ്റുന്നില്ല. കാര്യം അവിടെ ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാരെ സത്യസന്ധമായ ഒരു രാഷ്ട്രീയം ഏതുണ്ടെന്ന് പറയാൻ പറ്റില്ല. സത്യസന്ധമായി നമുക്ക് ഏത് നേതാവ് ഏതുണ്ട്? ഏത് നേതാവ്, ഒരു നേതാവ് എല്ലാവരും ഉണ്ട്. പക്ഷേ അഴിമതിയുടെ അളവ് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നുള്ളൂ. ഞാൻ അത് പോകണ്ട. പക്ഷെ ചേട്ടന് ഈ മുഖ്യമന്ത്രി പദവി അല്ലെങ്കിൽ ഭരണം ഏറ്റവും കൂടുതൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പദവി ലഭിക്കുകയാണെങ്കിൽ ഒരു സാങ്കല്പികം എന്തായിരിക്കും ഇന്നത്തെ ഈ കേരളത്തിന്റെ അവസ്ഥ വെച്ച് ചേട്ടൻ ആദ്യം ചെയ്യുന്ന നടപടി എന്തായിരിക്കും? ഭരണപരിഷ്കാരോ? എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യമേ ഈ മദ്യം എന്ന് പറയുന്നത്, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിത്ത്, അത് സാർവലൗകികമാക്കും. ആർക്കും എവിടെയും എന്തും ചെയ്യാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, മദ്യത്തിൻ്റെ ഇതുണ്ടാകത്തില്ല, ഏത് ദുര്യാജങ്ങളുണ്ട്. എന്താണ് അതുണ്ടാക്കും? സകല MLA-മാരെയും ഞങ്ങൾ ഒരു 6 മാസത്തിൽ കൂടുമ്പോഴേക്ക് വിദേശ രാജ്യത്തിലേക്ക്, ബാങ്കോക്കിലേക്കോ ചൈനയിലേക്കോ പറഞ്ഞയക്കും. എല്ലാത്തും പറ്റില്ല. പിന്നെ എല്ലാവരുടെയും സ്വത്ത് ഇപ്പം ഞാൻ ചോദിച്ചു, ഏറ്റവും വലിയ ഈ ചൈനയിൽ ഞാൻ അടുത്ത കാലത്ത് നോക്കാം, അവിടെ സർക്കാർ പോകുകയാ ഭൂമി, പ്രൈവറ്റ് ആൾക്ക് ഭൂമിയില്ല. ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താ അറിയോ? 1000-500 നോട്ടുകൾ പിൻവലിക്കും. എന്നിട്ട് നോട്ടുകൾ പിൻവലിച്ചാൽ അറിയാം ഇവിടെ എന്നും വേണ്ടി കള്ളപ്പണം നമ്മുടെ രാജ്യം എത്ര എന്തുകൊണ്ടെന്നുള്ള കാര്യം അറിയാം. എന്തുകൊണ്ട് അടുത്ത ചൈനയിൽ പോലെ 100 രൂപയുടെ നോട്ട് വരെ ഉള്ളൂ. 100 രൂപയാണ് അവിടുത്തെ ഏറ്റവും വലിയ കറൻസി. നമ്മുടെ 500-ഉം 1000-ഉം ഉണ്ട്. ഇന്നത്തെ 2 ദിവസം മുമ്പ് പറഞ്ഞില്ലേ, ലക്ഷക്കണക്കിന് രൂപയുടെ ഈ 500-ന്റെയും 1000-ന്റെയും ഈ നോട്ടുകൾ പിൻവലിച്ചിട്ട് ഒരു ഓർഡർ ഇറക്കട്ടെ. എന്തുകൊണ്ട് പറ്റുന്നില്ല? അല്ല, ഈ കള്ളപ്പണം ഉള്ളവർ തന്നെ അതിന്റെ ക്ഷാമം കുറയുമ്പോഴത്തേക്ക് പിന്നെ അവരടിച്ചോളൂ. ഇല്ല, അത് ഈ 100-ന്റെ എത്ര കണ്ട് അടിക്കാൻ? 1000-ന്റെ ആ അടിയുടെ ഒരു കണക്കുണ്ടല്ലോ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ, അല്ല നേരത്തെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായി ഞാൻ പറഞ്ഞായിരുന്നു. ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഈ രാഷ്ട്രീയം. അപ്പം ഞാൻ പറയും, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, രാഷ്ട്രീയക്കാർക്ക് പെൻഷൻ വെക്കണമെന്ന് ഞാൻ പറയും. സർക്കാർ ജീവനക്കാർക്ക് 55-60 വയസ്സുള്ളൂ. എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് 85-90 അവർക്ക് ഭരിക്കണമെന്ന് തോന്നുന്നു? എനിക്കിന്ന് 63 വയസ്സായി. എൻ്റെ ചെറുപ്പത്തിലുള്ള അതേ നേതാക്കന്മാരാണ് ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നത്. എന്തുകൊണ്ട് യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നില്ല? 60 വയസ്സ് വരെ ഭരണത്തിനുള്ള സമയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരു മാറ്റണം. അതിനുള്ള ഇച്ഛാശക്തി, ആർജവും നമുക്കുണ്ടാകണം. അവിടെയാണ് ഏറ്റവും വലിയ പരിഷ്കാരം വരുന്നത്. ഓക്കെ ചേട്ടാ, നമ്മൾ